പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാഷെ വിക്രമിനെ വെറുക്കാനുണ്ടായ കാരണത്തെ പറ്റിയാണ് ഇന്നത്തെ വിശേഷത്തിൽ പറയുന്നത്. അങ്ങനെ പതിവ് പോലെ വിക്രം കോളേജിലെത്തുന്നുണ്ട്. ക്ലാസ് റൂമിലേക്ക് കയറുന്ന സമയത്ത് കോളേജിലെ മയക്കുമരുന്നെല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു റൗഡിയുണ്ട്. അവൻ ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. വിക്രം കുറച്ചു നേരമെല്ലാം നോക്കി നിൽക്കും, അവൻ ആ കുട്ടിയെ വിടുമെന്ന വിചാരത്തിൽ. പക്ഷേ അവൻ വീണ്ടും ആ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വിക്രം വേഗം തന്നെ അവൻ്റെ അടുത്ത് ചെന്ന് തടയുന്നുണ്ട്. വിജയ് പ്ലീസ്, ഈ കുട്ടി ഒരു പാവം കുട്ടിയാണ്. അതിൻ്റെ അച്ഛനും അമ്മയും ആ കുട്ടിയെ എത്ര കഷ്ടപ്പെട്ടാണ് പഠിക്കാൻ വിടുന്നതെന്ന് അറിയാവോ? ആ കുട്ടിയെ വിട്ടേക്ക് പ്ലീസ് വിജയ് എന്ന് പറഞ്ഞ് വിജയുടെ കാല് പിടിക്കുന്നുണ്ട്. പക്ഷേ അവനത് കേൾക്കുന്നില്ല. നീ പോടാ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇവൾക്ക് സിഗരറ്റിൻ്റെ മണം പിടിക്കത്തില്ലേ, ഇവൾക്ക് അത് പിടിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. വിക്രം ഒന്ന് അവൻ്റെ കവളത്തങ്ങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അടിപിടിയാകുകയാണ്. വിക്രം ഇതുവരെ തന്നെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടിട്ടില്ല. ആദ്യമായാണ് കോളേജിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വിക്രം ഇടപെടുന്നത്. വിക്രമാണെങ്കിൽ വിജയെ തലങ്ങും വിലങ്ങും അടിച്ച് നിലത്തിടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിക്രമിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് വിക്രമിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം നീ എന്തായി ചെയ്തത്? അവൻ ആരാണെന്ന് അറിയാവോ? അവനെ എതിർത്ത് നിൽക്കാൻ ഇവിടെ ഈ കോളേജിൽ ആരും തന്നെയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ പ്രിൻസിപ്പളിനും മേലധികാരികൾക്കൊന്നും അറിയാത്തതുകൊണ്ടല്ല, അവനെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ നിനക്കറിയാവോ ആ പെൺകുട്ടി പാവമാണ്, കൂടാതെ ഈ കോളേജിലുള്ള എല്ലാ പിള്ളേരെയും അവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോടാ? എത്ര നാളെന്ന് വെച്ചിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നുണ്ട്, എടാ നീ പഠിച്ച് ഒരു IAS ഓഫീസർ ആവാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെമസ്റ്ററല്ലേ ഉള്ളൂ, അതെങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നീ പോ. ഇവനെ ഇവിടെ ഒരുത്തനേ ഉള്ളൂ, അപ്പോൾ നിനക്ക് എതിർക്കാൻ പറ്റും. പക്ഷെ പുറത്ത് വെച്ചൊരു 10 ആൾ നിൻ്റെ നേരെ വന്നാൽ നിനക്ക് ഒറ്റയ്ക്ക് എതിർക്കാൻ പറ്റുമോ? നീ ഇതൊന്നും ആലോചിക്കാതെ നീ എന്തിനാ അവനെ എതിർക്കാൻ പോയത്? അവൻ നിന്നോടൊന്നും ചെയ്യാൻ വന്നില്ലല്ലോ, നിനക്ക് കാണാത്തതുപോലെ പോകാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാമെന്നും പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ മാഷ് നിൽക്കുന്നുണ്ട്. മാഷ് ചോദിക്കുന്നുണ്ട്, എടാ വിക്രം, നീ അവനായിട്ട് അടിക്കുന്നത് കണ്ടു. നിൻ്റെ ഉദ്ദേശം എന്താ? ഈ ഒരു സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് നീക്ക് IAS ഓഫീസർ ആവണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്നല്ലേ പറഞ്ഞത്? പഠിക്കാൻ വന്നവൻ പഠിക്കണം, അല്ലാതെ അടിയുണ്ടാക്കാനല്ല നോക്കേണ്ടത്. ഇതൊക്കെ റൗഡി പിള്ളേർക്ക് പറ്റിയ പണിയാണ്. പിന്നെ ഒരു കേസെങ്ങാനും നിനക്കുണ്ടായാൽ IAS ഓഫീസർ എന്നുള്ള ആ മോഹമുണ്ടല്ലോ, അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. അത് നിനക്കറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം സാർ, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ക്ലാസ് റൂമിലേക്ക് കയറുന്നുണ്ട് വിക്രം. ഇതേ സമയം കമലാമ്മ മാഷിനും വിനയനും വിഷത്തിനൊക്കെ ചോറ് വിളമ്പുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമലാമ്മ പറയുന്നുണ്ട്, അതെ നമ്മുടെ വിനയന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പെൺകുട്ടിയുടെ പേര് നന്ദിനി എന്നാ. പഠിപ്പൊന്നുമില്ല, അത്ര വലിയ പഠിപ്പൊന്നുമില്ല, നമ്മളെപ്പോലൊരു സാധാരണ കുടുംബം തന്നെയാണ്. നമുക്കൊന്ന് ആലോചിച്ചാലോ? ജാതകങ്ങളൊക്കെ തമ്മിൽ ചേരുമെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ മാഷ് പറയുന്നുണ്ട്, എടാ വിനയ, നിൻ്റെ അഭിപ്രായം എന്താ? നിൻ്റെ ജോലിയൊക്കെ എന്തായി? നിനക്കൊരു നല്ല വരുമാനം ഉണ്ടാവണം, അത് മാത്രമേ എൻ്റെ ആഗ്രഹം. അതുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ആലോചിക്കാം എന്ന് പറയുകയാണ് നമ്മുടെ മാഷ്. ഇതേ സമയം വിനയൻ്റെ ഫോണിലേക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഒരു വീഡിയോ വരികയാണ്. പെട്ടെന്ന് തന്നെ വിനയൻ അതെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടിപിടി നടക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടിയുടെ സൗണ്ട് കേട്ടിട്ട് മാഷ് ചോദിക്കുന്നുണ്ട്, എടാ വിനയ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്കറിയില്ല, ഇതേ സമയം ഫോൺ നോക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല, നീ അത് ഓഫാക്കി വെക്കുമെന്ന് പറയുകയാണ്. വീണ്ടും വിനയൻ അന്തം വിട്ടതിലേക്ക് ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്? അമ്മേ, ഞാനിത് നോക്കുമായിരുന്നു, എൻ്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ എന്ന്. ഇത് നോക്കമ്മേ, ഇതിൽ അടിയുണ്ടാക്കുന്നത് നമ്മുടെ വിക്രമാണെന്ന് പറയുകയാണ്. പക്ഷെ കമലാമ്മ വിശ്വസിക്കുന്നില്ല. നീ പോടാ, ചുമ പറയാതെ, നമ്മുടെ വിക്രം അടിയുണ്ടാക്കാനോ? നിനക്ക് തോന്നുന്നതായിരിക്കും, അത് വേറെ വല്ലവരും ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിനയം പറയുന്നുണ്ട്, ഇല്ല, ഇത് നമ്മുടെ വിക്രം തന്നെയാണ്, നോക്കുക അച്ഛാന്ന് പറഞ്ഞ് മാഷിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുന്ന മാഷിന് ദേഷ്യം വരിക കേട്ടോ ഈ സീന് കണ്ടിട്ട്. താൻ ഒരുപാട് സ്നേഹിച്ച് പൊന്നാരിച്ച് വളർത്തിയ മകൻ, അതും IAS ഓഫീസർ ആവണമെന്ന് ഉദ്ദേശിച്ച് ഒരുപാട് ആഗ്രഹത്തോടെ വളർത്തിക്കൊണ്ടുവന്ന മകൻ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പെട്ടെന്ന് തകർന്നു പോവുകയാണ്. എന്നിട്ട് കമലമ്മയോട് എണീറ്റ് ഊണ് കഴിക്കുന്നിടത്തുനിന്ന് എണീറ്റിട്ട് ചോദിക്കുന്നുണ്ട്, കമലം കണ്ടോ, നീ അവനെ ന്യായീകരിച്ചു,
ഇപ്പോഴെങ്ങനെയുണ്ട്? അന്ന് അവൻ മയക്കുമരുന്ന് കഴിക്കുന്നുണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അത് സത്യം തന്നെയാണ്. അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അവന് റൗഡിത്തരത്തിന് പോയിരിക്കുകയാണ്. അവൻ്റെ ലാസ്റ്റ് സെമസ്റ്ററാണല്ലോ. അവനക്ക് അവിടെ നിന്നും റൗഡിയായി ഇറങ്ങണം എന്നായിരിക്കും അവൻ്റെ വിചാരം. കണ്ടില്ലേ, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇനി ആളുകളുടെ മുഖത്തെങ്ങനെ ഞാൻ നോക്കും? ഇത് നാട്ടിലെല്ലാം പാട്ടായിട്ടുണ്ടാവും, എല്ലാവരുടെയും ഫോണിൽ ഇതിൽ വന്നിട്ടുണ്ടാവും. ഇനി എന്തിനാ ഞാൻ അവരുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷ് ഇങ്ങനെ വയലൻ്റ് ആവുകയാണ്. പക്ഷേ കമലാമ്മ പറയുന്നുണ്ട്, ഇത് വിശ്വസിക്കരുത്, ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നമ്മുടെ മകൻ ഒരു ഇതിലും പോവത്തില്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ. നിങ്ങൾ ക്ഷമിക്കുക, എന്താണ് സത്യം എന്ന് അവൻ വന്ന് ചോദിച്ചിട്ട് നമുക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്നും ഇനി എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എനിക്കെല്ലാം മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് മാഷ് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് വൈകിട്ടും വിക്രമിനെ കാത്തിരിക്കുകയാണ് മാഷും ഫാമിലി മൊത്തം. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ വിക്രം കോളേജ് വിട്ട് വരുന്നതും കാത്തു നിൽക്കുകയാണ്. വിക്രം പതിയെ വന്ന് അങ്ങൊരു സൈഡിലൂടെ ആരെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് നിൽക്കവിടെയെന്ന് പറഞ്ഞ് മാഷ് തടയുകയാണ്. എന്താ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. നീ എന്താ നിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഫോണിൽ കാണുന്ന വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് മാഷ്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ നിൻ്റെ ധീരകൃത്യങ്ങളെല്ലാം ഇതിലുണ്ട്, കണ്ടോടാ, നീ തന്നെയല്ലേ ഈ അടിക്കുന്നത്? ഇതും നീയല്ലെന്ന് പറയൂ ഇനി. എന്താടാ ഇതെല്ലാം? നീ അന്നേ നിൻ്റെ ഫ്രണ്ട്സ് ബീഡി വലിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാ, അവൻ്റെ കൂട്ടത്തിലൊന്നും നീ കൂടരുത്, നീയും അതുപോലെ ആവുമെന്ന്. ഇപ്പം എല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി എന്തിനാടാ നീ പഠിക്കുന്നത്? നിൻ്റെ പഠിപ്പൊക്കെ നിർത്തിയാക്കി, നീ ഇനി എങ്ങോട്ടും പോണ്ട, എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞ് മാഷിങ്ങനെ വയലൻ്റ് ആവുന്നത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഇതൊന്നും വിശ്വസിക്കരുത്, എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറയാം, അച്ഛനൊന്ന് വിശ്വസിക്കുക, ഞാൻ പറയുന്നത് ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാഷ് വിക്രം സത്യം പറയാൻ ശ്രമിക്കുമ്പോഴെല്ലാം മാഷ് വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കേണ്ടതില്ല, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് വിക്രമിനെ സത്യം പറയാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ മാഷ് ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുകയാണ്. എന്നാൽ കമലാമ്മയും നമ്മുടെ ശ്രീജയും വന്ന് വിക്രമിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വിക്രം, നീ സമാധാനിക്ക്, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ ഒരു തെറ്റിലേക്കും പോകില്ലെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, നിൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും ശരി. അപ്പോൾ പറയുന്നുണ്ട് വിക്രം, ശരി, നിങ്ങൾ രണ്ടുപേരെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം നിങ്ങളോട് എന്താണ് ഉണ്ടായതെന്ന്, എല്ലാ സംഭവങ്ങളും നിങ്ങളോട് ഞാൻ തുറന്ന് പറയാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് രാധ തുള്ളിച്ചാടി ധാവണിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി കുട്ടിയായി തുള്ളിച്ചാടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. വിക്രം എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താടി നിൻ്റെ കയ്യിലെന്ന് ചോദിക്കുകയാണ് വിനയൻ. അതേ, ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ഇന്നലെ തന്നെ വൈകിട്ട് ഞാൻ ഉണ്ടാക്കിച്ച് വെച്ചതാണ് വിക്രമിന്. ഉണ്ണിയപ്പം നല്ല ഇഷ്ടമല്ലേ? ഉണ്ണിയപ്പം ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതിന് വിക്രമിന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതാന്ന് പറയുമ്പോൾ വിനയൻ പറയുന്നുണ്ട്, എടി ഒരെണ്ണം എനിക്ക് താടി, ഞാനിവിടുത്തെ മൂത്തപുത്രൻ ല്ലടി, അവനേക്കാളും മൂത്തതല്ലേ, എനിക്കൊരെണ്ണം താടി, എന്നിട്ട് അവനക്ക് കൊടുക്കാമെന്ന് പറയാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഇല്ല, ഫസ്റ്റ് വിക്രമിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിച്ചത് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട്, വിക്രം കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ തരാം. അമ്മേ, കമലാമ്മേ, എവിടെ വിക്രം എന്ന് ചോദിക്കുമ്പോൾ മേലെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും വിക്രം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും രാധ പറയുന്നുണ്ട്, വിക്രം, അതൊക്കെ ഞാൻ പറയാം, നീ എന്നെ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോയെന്ന് നോക്കിക്കേ എന്ന് പറയുമ്പോൾ, നിന്നെ കണ്ടിട്ട് എന്താ പ്രത്യേകത? നീ എന്നും ഉള്ളതുപോലെ തന്നെയുണ്ട്, എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ രാധ പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ എനിക്കറിയാം, ഞാൻ എത്രമാത്രം സുന്ദരിയായിരിക്കുന്നു, ഞാനെൻ്റെ മഹാലക്ഷ്മിയെ പോലെയല്ലേ, മുല്ലപ്പൂവൊക്കെ ചൂടി പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് വിക്രമിന് കയ്യിലുണ്ടായിരുന്ന ഉണ്ണിയപ്പം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്.